ഈ കൊട്ടാരത്തിൽ ഈ കുട്ടികൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ അവർ ഇതുപോലെ ഒരു തുരങ്കപാത കണ്ടു. കുറച്ച് മുതിർന്ന ആൾക്കാർ ആദ്യം ഈ തുരങ്കത്തിലേക്ക് ഇറങ്ങി മണ്ണെണ്ണ ഈ പോകുന്ന വഴിയിലെല്ലാം മണ്ണെണ്ണ തളിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അവർക്കും ഇതുപോലെ ഈ വെള്ളം ഒഴുകുന്ന ഈ ശബ്ദം കേട്ടപ്പോൾ ചെറിയൊരു ഭയമായിട്ട് അവർ തിരിച്ച് പത്മനാഭപുരത്ത് തിരിച്ച് പോവുകയും ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരങ്ങളിൽ ഇന്ന് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള പത്മനാഭപുരം കൊട്ടാരം ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ തടി കൊണ്ട് നിർമ്മിച്ച കൊട്ടാരങ്ങളിലൊന്നാണ്. തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു പത്മനാഭപുരം. പിന്നീട് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്താണ് തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റി സ്ഥാപിക്കുന്നത്. അപ്പോൾ അതുവരെ വളരെ ഇമ്പോർട്ടൻസിലിരുന്ന ഒരു കൊട്ടാരമാണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം പത്മനാഭപുരം കൊട്ടാരം സ്ഥിരമായി ആരും താമസിക്കാതെ ഒരു വിചാരിപ്പുകാരൻ്റെ മേൽനോട്ടത്തിലായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഇന്ന് ഇന്ത്യയിലെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് സെൻറ്റർ കൂടെയാണ് ഈ കൊട്ടാരം. അപ്പോൾ അവിടെ പോകുന്നവർക്ക് അവിടെ പല കെട്ടിടങ്ങൾ കാണാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ പൂമുഖമുണ്ട്, അതിൻ്റെ മുകളിൽ രാജാവ് യോഗം കൂടിയിരുന്ന മന്ത്രശാല, അത് കഴിഞ്ഞ് വളരെ പുരാതനമായ ആ കെട്ടിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന തായ്ക്കൊട്ടാരം ഉണ്ട്. അതല്ലാതെ ഇന്ദ്രവിലാസം, തെക്കേ കൊട്ടാരം, വേറെ പല കെട്ടുകളും നമുക്കവിടെ കാണാം. നമ്മുടെ തനതായ ആർക്കിടെക്ചറിൻ്റെ അതല്ലെങ്കിൽ ഒരു സതേൺ ട്രാവൻകൂർ ടിമ്പർ ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുത്തു പറയുന്ന ഒരു കെട്ടിടമാണ് പത്മനാഭപുരം. അപ്പോൾ അവിടെ നമ്മൾ ഈ തായ് കൊട്ടാരത്തിൽ പോകുമ്പോൾ ഇന്ന് അധികം ആൾക്കാർ ശ്രദ്ധിക്കാറില്ല, ഇന്ന് അധികം അതിലോട്ട് ഫോക്കസും കൊടുക്കാറില്ല. പക്ഷേ അവിടെ ഒരു തുരങ്കത്തിൻ്റെ ഒരു ട്രാപ്പ് ഡോർ നമുക്ക് കാണാൻ പറ്റും. അത് ഈ തായ് കൊട്ടാരത്തിൻ്റെ തെക്കേ തളത്തിൽ, അവിടെ നാലുകെട്ടിൻ്റെ തെക്കേ തളത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ചെറിയ തറയിലായിട്ടൊരു ചെറിയ വാതിൽ കാണാം. മുൻകാലങ്ങളിൽ അത് നമുക്ക് തുറന്നു നോക്കാൻ കഴിയുമായിരുന്നു. തുറന്നാൽ ഒരു ചെറിയ പടിക്കെട്ട് താഴേക്ക് പോകുന്നതും കാണാൻ കഴിയും. അപ്പോൾ അവിടുത്തെ ഈ ഗൈഡിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ നമ്മുടെ അടുത്ത് അവർ പറയും, ഇത് പണ്ട് ചാരോട് കൊട്ടാരം ഉണ്ടായിരുന്നു. പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ചാരോട് കൊട്ടാരം ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു തുരങ്കപാതയാണ്, ഒരു ടണലാണ് ഈ കാണുന്നത്. പക്ഷേ അതിലിപ്പോൾ മുൻപും അവർ ഇറങ്ങാൻ സമ്മതിക്കാറില്ല. അത് കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞിരുന്നാൽ അതത്ര സേഫല്ല അതിൻ്റെ അകത്ത് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവരതിനെ വാളപ്പ് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അവർ ഒരു മതിൽ കെട്ടി വെച്ചിരിക്കുകയാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ തുരങ്കവും ചാരോട് കൊട്ടാരം, പത്മനാഭപുരം കൊട്ടാരം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ചാരോട് കൊട്ടാരത്തെക്കുറിച്ച് നമുക്ക് കുറച്ചെങ്കിലും അറിവ് വരുന്നത് CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന കൃതിയിലാണ്. മാർത്താണ്ഡവർമ്മ എന്ന കൃതിയിൽ ഈ മാർത്താണ്ഡവർമ്മ 8 വീട്ടിൽ പിള്ളമാരുടെ കയ്യിൽ നിന്ന് രക്ഷയ്ക്കായിട്ട് ഒളിച്ച് പല സ്ഥലങ്ങളിൽ പോവുകയും അങ്ങനെ ഒരു സമയം ചാരോട് കൊട്ടാരത്തിൽ വിശ്രമിക്കുന്നതായിട്ടുള്ള ഒരു സന്ദർഭം നമുക്ക് കാണാം. അപ്പോൾ രാജാവിൻ്റെ കൂടെ പരമേശ്വര പിള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സേവകൻ കൂടെ ഉണ്ട്. അപ്പോൾ ഈ പരമേശ്വരൻ പിള്ള ആരാണ് എന്നുള്ളത് വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിലാണ്. കാര്യം പരമേശ്വരൻ പിള്ള CV രാമൻപിള്ളയുടെ കഥയിലെ ഒരു ക്യാരക്ടറാണെങ്കിലും ശരിക്കും CV രാമൻപിള്ള ചരിത്രത്തിലെ ഒരു ആക്ച്വൽ ഒരു ക്യാരക്ടറിനെ എടുത്തിട്ടാണ് ഈ നോവലിൽ ഒരു കഥാപാത്രമാക്കി മാറ്റിയിരിക്കുന്നത്. പത്മനാഭപുരത്തിന് അടുത്ത് തന്നെ മുത്തലക്കുറിച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് സർവാധികാരിയക്കാർ വീട്, അതായത് ധർമ്മരാജാവിൻ്റെ സമയത്തുമൊക്കെ വളരെ പ്രസിദ്ധരായിരുന്ന ചില സർവാധികാരിയക്കാർമാരുടെ ഒരു തറവാടുണ്ട്. അവരുടെ ഒരു ഏർലി ആൻസസ്റ്ററായിട്ട് അവർ പറയുന്ന ഒരാളാണ് പാച്ചുപിള്ള അഥവാ പരമേശ്വരൻ പിള്ള. അദ്ദേഹത്തെ എല്ലാവരും പാച്ചുപിള്ള എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് മാറാപ്പേരായിട്ട് പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു പേര് കൂടെ കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ പരമേശ്വരൻ പിള്ളയെ ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം കഥകൾ നമുക്ക് ഈ കുടുംബത്തിലെ ആൾക്കാരുടെ കയ്യിൽ നിന്നും
അല്ലാതെ അവിടെയുള്ള പഴയ ആൾക്കാരുടെ പക്കൽ നിന്നും കേട്ടിട്ടുണ്ട്. അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് രാജാവിൻ്റെ വളരെ വിശ്വസ്തനായ പരമേശ്വരൻ പിള്ളയ്ക്ക് ചാരോട് കൊട്ടാരത്തിൻ്റെ സൂക്ഷിപ്പ് മഹാരാജാവ് കൊടുക്കുകയും കാലക്രമത്തിൽ മുത്തലക്കുറിച്ചി സർവാധികാരിയക്കാർ വീടിൻ്റെ ഒരു താവഴി ചാരോട് കൊട്ടാരത്തിൻ്റെ അടുത്ത് വരികയും ചെയ്തു. ഇപ്പോൾ പറയാൻ പോകുന്നത് ആ തുരങ്കത്തെക്കുറിച്ചാണ്. ആ തുരങ്കം ചാരോട് കൊട്ടാരത്തിൽ തന്നെ ചെന്ന് കയറുന്ന തുരങ്കമാണ് എന്നും ഒരു കാലത്ത് ചാരോട് കൊട്ടാരത്തിൽ നിന്ന് പത്മനാഭപുരം കൊട്ടാരത്തിലേക്കും തിരിച്ച് പത്മനാഭപുരത്ത് നിന്ന് ചാരോട് കൊട്ടാരത്തിലേക്കും രാജാവിനും അല്ലെങ്കിൽ റോയൽ ഫാമിലി മെമ്പേഴ്സിനും മറ്റും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം തന്നെയായിരുന്നു ഇത് എന്ന് ഉള്ള ഒരു തെളിവ് കിട്ടുന്നത് ഭവാനിക്കുട്ടിയമ്മ എന്ന് പറയുന്ന, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മതിലകം സംബന്ധക്കാർ അതിലെ ഒരു കുടുംബത്തിൽ പെടുന്ന ഭവാനിക്കുട്ടിയമ്മ ഇപ്പോഴില്ല, ഏകദേശം 2 വർഷം മുമ്പ് മരിച്ചുപോയി. ഭവാനിക്കുട്ടിയമ്മയെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് നാളിന് മുൻപാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഡീറ്റെയിൽസ് കിട്ടി. ഭവാനിക്കുട്ടിയമ്മ ഈ നേരത്തെ പറഞ്ഞ മുത്തലക്കുറിച്ചി സർവാധികാരിയക്കാർ വീട്ടിലെ ഒരു അംഗമാണ്. അപ്പോൾ അവർ ചാരോട് കൊട്ടാരത്തിനടുത്തുള്ള അവരുടെ വസ്തുവകകളൊക്കെ കാണാനായിട്ട് പോകുന്ന സമയത്ത് അന്ന് ഭവാനി കൊച്ചുകുട്ടിയാണ്. ഇത് 1930 അവസാനമോ 40 തുടക്കത്തിലോ ആയിരിക്കും. അന്ന് ചാരോട് കൊട്ടാരം പൊളിഞ്ഞ് നാശമായിട്ട് കിടക്കുന്ന ഒരവസ്ഥയിലാണ്. അത് അവിടെ ആരും താമസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ആരും സൂക്ഷിക്കാതെ നശിച്ചു പോയ അവസ്ഥയിലായിരുന്നു. ഈ കൊട്ടാരത്തിൽ ഈ കുട്ടികൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ അവർ ഇതുപോലെ ഒരു തുരങ്കപാത കണ്ടു. അപ്പോൾ അവർക്ക് വലിയ ആകാംക്ഷയായി ഇതെങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ കുടുംബത്തിലെ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ മുതിർന്ന ആൾക്കാർ പറഞ്ഞു ഇത് പത്മനാഭപുരത്ത് കൊട്ടാരത്തിൽ ഒക്കെ കണക്ട് ചെയ്യുന്ന തുരങ്കപാതയാണ്. അപ്പോൾ ഭവാനിക്കുട്ടിയമ്മയും അവരുടെ ചില ബന്ധുക്കളും തീരുമാനിച്ചു, കുറച്ച് മുതിർന്ന ആൾക്കാരും കൂടെ അവർ ഈ തുരങ്കം എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഭവാനിക്കുട്ടിയമ്മ പറഞ്ഞത് ഒരു വീട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞു, ധാരാളം മണ്ണെണ്ണ ശേഖരിച്ചു, പന്തം കത്തിച്ചു, റാന്തൽ വിളക്ക് വീട്ടിലൊക്കെ ഉള്ളത് എടുത്തു. എന്നിട്ട് കുറച്ച് മുതിർന്ന ആൾക്കാർ ആദ്യം ഈ തുരങ്കത്തിലേക്ക് ഇറങ്ങി മണ്ണെണ്ണ ഈ പോകുന്ന വഴിയിലെല്ലാം മണ്ണെണ്ണ തളിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത്. കാര്യം ഇതിൻ്റെ അകത്ത് ഇഴജന്തുക്കളും മറ്റും ഉള്ളത് കാരണം ഈ മണ്ണെണ്ണയുടെ മണമടിക്കുമ്പോൾ ഇതൊക്കെ പോകും എന്നുള്ളൊരിതിൽ ആദ്യം മണ്ണെണ്ണ തളിച്ചിട്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ ഇവർ കുറച്ച് അധികം ദൂരം ഈ തുരങ്കത്തിലൂടെ സഞ്ചരിക്കുകയും ഒരു സ്ഥലം എത്തിയപ്പോൾ വെള്ളമൊഴുകുന്ന ശബ്ദം അവർക്ക് കേൾക്കാൻ പറ്റിയെന്ന് പറയുന്നു. അത് പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെയും ചാരോട് കൊട്ടാരത്തിൻ്റെയും ഇടയിലൂടെ ഒരു ചെറിയൊരു ആറ് ഒഴുകുന്നുണ്ട്. അതൊരു വളരെ ചെറിയൊരു വാട്ടർ ബോഡിയാണ്, ഇന്നും അത് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അടുത്തുകൂടെയാണ് ഈ തുരങ്കം പോകുന്നത്. അപ്പോൾ അവിടെ വെള്ളമൊഴുകുന്ന ശബ്ദം കേട്ടപ്പോൾ പിന്നെ ഇവർക്ക് ഒരു ഭയമായി. കാരണം ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് വെള്ളം കെട്ടിക്കിടപ്പുണ്ടോ, അല്ലെങ്കിൽ ഇത് ഇനിയും കാലപ്പഴക്കം കാരണം ഇത് പൊളിഞ്ഞു പോകുമോ എന്നുള്ളൊരു ഭയം കാരണം ഇവർ തിരിച്ച് അവർ ചാരോട് കൊട്ടാരത്തിലേക്ക് തന്നെ അവർ ഇറങ്ങിയ സ്ഥലത്തേക്ക് തന്നെ അവർ തിരിച്ചുപോയി. പക്ഷേ ഈ ഒരു എക്സ്പ്ലോറേഷൻ കൊണ്ട് ഇത് 1930 അവസാനമോ 40 തുടക്കത്തിലോ ആണ് ഈ തുരങ്കം പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ അതേ ദിശയിലേക്കാണ് പോകുന്നതെന്നും അത് ഒരുപക്ഷെ ഇവർ മുന്നോട്ട് പോയിരുന്നെങ്കിൽ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ അടുത്തോ ഇല്ലെങ്കിൽ തായ് കൊട്ടാരത്തിലോ ചെന്ന് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തുരങ്കം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഭവാനിക്കുട്ടിയമ്മ പറഞ്ഞു ഇതിനു ശേഷം ഇവർ പത്മനാഭപുരം കൊട്ടാരത്തിൽ പോവുകയും അന്ന് അവിടുത്തെ വിചാരിപ്പുകാരനായിരുന്ന ആളിൻ്റെ അടുത്ത് ഇത് ചോദിക്കുകയും അദ്ദേഹം അത് കൺഫേം ചെയ്യുകയും ചെയ്തു. ഇത് ചാരോട്ടിലേക്ക് തന്നെ പോകുന്നതാണ് എന്നും ആദ്യകാലങ്ങളിൽ ഈ കൊട്ടാരത്തിലെ വിചാരിപ്പുകാരനും മറ്റും അപ്പുറത്തെ വശത്ത് നിന്ന്, അതായത് പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ വശത്ത് നിന്ന് ഇറങ്ങി ചാരോട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവരും പോയിട്ടുണ്ട്. അവർക്കും ഇതുപോലെ ഈ വെള്ളം ഒഴുകുന്ന
ഈ ശബ്ദം കേട്ടപ്പോൾ ചെറിയൊരു ഭയമായിട്ട് അവർ തിരിച്ച് പത്മനാഭപുരത്ത് തിരിച്ച് പോവുകയും ചെയ്തു. പക്ഷേ പിൽക്കാലത്ത് ഈ ഒരു തുരങ്കപാത അടഞ്ഞു ആണ് ചെയ്തത്. കാരണം ചാരോട് കൊട്ടാരം പൂർണ്ണമായി നശിക്കുകയും ഈ അവിടെയുള്ള തുരങ്കത്തിലേക്കുള്ള ഈ ഡോറ് നശിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഇത് ആൾക്കാർ ഉപയോഗിക്കാതെയാകുകയും പത്മനാഭപുരത്ത് നിന്ന് ഇത് പൂർണ്ണമായിട്ട് അടയ്ക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ധാരാളം കൊട്ടാരങ്ങളുമായിട്ടും ക്ഷേത്രങ്ങളുമായിട്ടുമൊക്കെ തുരങ്കങ്ങളും തുരങ്കപാതകളെക്കുറിച്ച് ധാരാളം കഥകൾ കേൾക്കാറുണ്ട്. പത്മനാഭപുരത്ത് പോയിട്ടുള്ള ആളുകൾ ഇതുപോലുള്ള കഥകൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് ശരിക്കും ചാരോട് കൊട്ടാരവുമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് ഈ തുരങ്കപാതയ്ക്കുള്ളത്.